അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വളരെ നാടൻ വിഭവമാണ്. പ്രസവ രക്ഷ വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു ഒരു പുളിങ്കറി പോലെ ഒരു കാര്യം. അതിന് പറയുന്നത് തന്നെ പേറ്റുപുളി എന്നാണ്. അപ്പോൾ ഈ പേറ്റുപുളി എന്ന് പറഞ്ഞാൽ എല്ലാം സമമായിട്ട് എന്താ പറയുക, മുളകും പുളിയും ഉപ്പും കുരുമുളകും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു കാര്യമാണ്. അതൊരു പ്രത്യേക സ്വാദാണ്. ആ സമയത്തൊരു പക്ഷേ നമുക്ക് അത്രയും സ്വാദായിട്ട് തോന്നില്ല പ്രസവിച്ച് കിടക്കുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അത് നല്ല ടേസ്റ്റാണല്ലോ, അത് കൂട്ടി ചോറുണ്ടാൻ എന്ത് രസമായിരിക്കും. പക്ഷേ അന്നാണെങ്കിൽ എല്ലാ ദിവസവും ഇതിങ്ങനെ കഴിച്ച് ചോറിൻ്റെ കൂടെ ഒരു പ്രധാന കാര്യമാണ്. കാര്യം ഇത് പ്രധാനമായിട്ട് കൊടുക്കുന്നത് വയറിൽ ഒട്ടും തന്നെ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാതെ, വയറിൽ ഒരു ഗ്യാസിൻ്റെ ശല്യവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും. കാര്യം പ്രസവ രക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലം പോലെയല്ല. പണ്ടൊക്കെ ആണെങ്കിൽ പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ അമ്മ ഇങ്ങനെ കുഞ്ഞു അമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു റെസ്റ്റിംഗ് ടൈമാണ്. ഒരുപാട് എന്താ പറയുക, ഒരുപാട് റെസ്റ്റ് കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ ഇങ്ങനെ കിടക്കുക ഇരിക്കുക, വലിയ ആയാസമുള്ള ജോലിയൊന്നും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരു സുഖകരമായ ഒരു ചികിത്സയാണ് ആക്ച്വലി. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം. വെറുതെ കിടക്കുമ്പോൾ വയറിൽ ഗ്യാസ് കയറരുത്. പിന്നെ ഒരുപാട് പച്ചില മരുന്നുകളൊക്കെ കഴിക്കുന്നതല്ലേ, ഒരുപാട് എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യമാണ്. അത് പണ്ട് തൊട്ട് ആൾക്കാരിങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ പറഞ്ഞ് അതിന് ഓരോരോ കാരണങ്ങളുണ്ട്, അതെന്തുകൊണ്ട് അത് കഴിക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അമ്മമാർ പറയും, അല്ലെങ്കിൽ മുത്തശ്ശിമാർ പറയും, അതുകൊണ്ട്, അല്ലെങ്കിൽ വയറ്റാട്ടി പറഞ്ഞു തരും. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പാലിച്ചു പോകുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ എത്ര അതറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഞാനിത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും പല ആൾക്കാരും കഴിക്കുന്നുണ്ട്. ഇതൊരു പേറ്റുപുളി. അപ്പോൾ അത് ഭയങ്കര രസമാണ്. വളരെ സിമ്പിളാണ്, നമ്മുടെ സ്ഥിരം കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എങ്കിലും അതിന് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് വേറെയാണ്. ഇത് 2-3 ദിവസം ഇരുന്നാലും കേടാകുന്ന കാര്യവും അല്ല. അപ്പോൾ നമുക്കത് തയ്യാറാക്കി തുടങ്ങാം. ഇതിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് ആദ്യം കാണാം. വറ്റൽമുളക് 12 എണ്ണം, മല്ലി 3 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി 30 എണ്ണം നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി 6 വലിയ അല്ലി നീളത്തിലരിഞ്ഞത്, പുളി ഒരു നാരങ്ങയുടെ വലുപ്പത്തിലെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കുക, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 3-4, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. നമുക്ക് നമ്മുടെ പേറ്റുപുളി തയ്യാറാക്കാം. ആദ്യം അടുപ്പ് കത്തിച്ചു, പാത്രം വെച്ചു. ഇനി കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഇത് പുളിയും എരിവുമൊക്കെ നല്ല ഇങ്ങനെ ഒരുപാട് ഈക്വലായിട്ട് നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ കുറച്ച് വറ്റൽമുളക് ഒരു 12 മുതൽ 15 വരെ ആകാം, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. 3 വലിയ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലി, അതൊരു 3 ടേബിൾ സ്പൂണുണ്ട്. ഇത് കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചതാണ്. ഒരു 12-13 വറ്റൽമുളക്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടുള്ളത് കുരുമുളകാണ്. 1 ടേബിൾ സ്പൂണോളം. ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുരുമുളകൊക്കെ നല്ലതല്ലേ, നല്ല ഫയറി കാര്യങ്ങളാണ്. പിന്നെ ഒരു 6 വലിയ അല്ലി വെളുത്തുള്ളി, അതെല്ലാം കനം കുറച്ച് നീളത്തിനരി. പിന്നെ കൂടുതലായിട്ട് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഏതാണ്ട് ഒരു 10-30 ചെറിയ ഉള്ളി കനം കുറച്ച് നീളത്തിൽ അരിയാണ്, അതും ചേർക്കണം. പിന്നെന്താ, പുളി ഒരു വലിയ എന്താ പറയുക, ഒരു നല്ല നാരങ്ങ വലുപ്പത്തിലെടുത്ത് ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കാം. നമുക്ക് വറുക്കുകയല്ലേ, അപ്പോൾ ഇതെല്ലാ ഭാഗത്തും ഇങ്ങനെ വരും. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇത്രയും കാര്യങ്ങളൊന്ന് വറുത്തെടുക്കുക. നല്ല ചുവക്കെ നല്ല മൂപ്പിക്കണം, നന്നായിട്ട് വറുക്കാം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായിട്ട്, ഡാർക്ക് ബ്രൗൺ കളറായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കും. അപ്പം നല്ല ചുമക്കാനൊക്കെ തോന്നും, എങ്കിലും കുഴപ്പമില്ല, നല്ല രസമായിട്ട് വറുത്തെടുക്കുക. അതിൻ്റെ അവസാനത്തെ സ്റ്റേജിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഒരല്പം വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, വറുക്കാൻ വേണ്ടി മാത്രം. ഇനി ഒന്ന് മൂക്കട്ടെ നന്നായിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പോൾ പാകത്തിന് മൂത്തിട്ടുണ്ട്. പാകം എന്ന് പറഞ്ഞാൽ നല്ല ബ്രൗൺ കളറായിട്ട് ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് ക്രിസ്പി മൂത്തു. ബാക്കി വറ്റൽമുളകൊക്കെ നല്ല കരുകരുപ്പായി, മല്ലിയെല്ലാം, പിന്നെ ഈ പുളി പോലും നല്ലതായിട്ട് ക്രിസ്പി ആയി കഴിഞ്ഞു എന്ന് എനിക്ക് വേണമെങ്കിൽ തോന്നുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും പാകത്തിനായിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി ഇത് ഒരു 5 മിനിറ്റ് കൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാര്യം ചട്ടി നല്ല ചൂടായി കിടക്കണം. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് പോയാൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇളക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് അല്പം തണുത്ത് കഴിഞ്ഞിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം.
അങ്ങനെ നമ്മുടെ പേറ്റുപുളിക്ക് വേണ്ട അരപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ വറുത്തരച്ച് നല്ല മഷി പോലെ അരച്ച്, ഞാനിപ്പോൾ മിക്സിയിലാണ് അരച്ചത്. പണ്ടൊക്കെ കല്ലിൽ തന്നെ അരയ്ക്കുന്നത്. എന്നിട്ട് ആ മിക്സിയും കൂടി കഴുകി ആ ഒരു വെള്ളവും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി കൂടെ വെള്ളം ചേർത്ത് നമ്മളൊന്ന് ലൂസാക്കണം. അപ്പോൾ അടുത്ത ജോലി എന്ന് പറയുന്നത് അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് താളിക്കണം. താളിച്ച് അതിലേക്കാണ് നമ്മൾ കലക്കി ഒഴിക്കുന്നത് നമ്മുടെ അരപ്പ്. എന്നിട്ട് അതിൽ കടന്നൊന്ന് തിളച്ചൊന്ന് കൊഴുത്ത് വരുമ്പോൾ റെഡി. വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ. എണ്ണ ചൂടായി തുടങ്ങി. അപ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടുമ്പോൾ വറ്റൽ മുളക്, കറിവേപ്പില, കുറച്ച് കൂടുതൽ. ഇതിലേക്ക് നമ്മൾ അരച്ച കറി കലക്കി ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടി അരപ്പ് കലക്കി ഇങ്ങനെ ഒഴിക്കും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് കൊഴുത്ത് വരണം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യും. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം, പാകത്തിനുള്ള ഉപ്പ്. ഒന്നും ചേർത്തില്ലല്ലോ ഇതുവരെ. ഇപ്പം ഞാൻ ചെറിയ തീയിലിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ശരിക്കും എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ കൊഴുത്ത് കുറുകി വരികയാണ്. നോക്കൂ എന്ത് ഭംഗി. ഈ മുറി മുഴുവൻ മണമാണ് നമ്മളുടെ പേറ്റുപുളി എന്ന് പറയുന്ന ഈ ഒരു ഒഴിച്ചു കറിയുടെ. ആഹാ, നല്ല മണം, രുചി. ഇങ്ങനെ പുളിയും എരിവുമൊക്കെ ഇങ്ങനെ സമം നിൽക്കുന്നൊരു കാര്യമാണ്. ഇനി ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുന്നു. അങ്ങനെ നമ്മുടെ പേറ്റുപുളി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് വയറിനൊക്കെ വളരെ നല്ലതാണ്. ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. എല്ലാത്തിനും ഒരു ശമനമുണ്ടാകും.